സുഹൃത്തുക്കളെ, സഖാക്കളെ, കുറച്ച് ഷാർപ്പായിട്ടുള്ള വീഡിയോ ആണ്. ഷാർപ്പായിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പം പിന്നെ എനിക്ക് ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, കണ്ടില്ല, താടി പോലും ട്രിം ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക? അതുകൊണ്ടാണ് ഇപ്പം പറയേണ്ട സമയമാണ്. ഞാൻ സാധാരണ ഗതി ചെയ്യുന്നതിനെ പോലെ അല്ലാതെ ഒന്നിന് പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കുറച്ച് ലെങ്ത് ഉണ്ടാവും, അത് കേൾക്കാൻ ക്ഷമയുള്ളവർ കേൾക്കുക. ഞാനിന്ന് നിലമ്പൂർ MLA അൻവറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിൽ അൻവർ വേറൊന്നും പറയണില്ല, CM-നെതിരൊന്നും പറയണില്ല. പക്ഷെ ആൾക്കാർ വന്നിട്ട് കാരണഭൂതനെ പൊങ്കാലയിടുക. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം 20 വർഷമായി ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ആളെ, 20 വർഷം, 2004 തൊട്ട് നിരന്തരമായിട്ട് വിമർശിച്ചിരുന്ന ഈ പൊങ്കാലയിടുന്ന ആൾക്കാരും അയാൾ പൊങ്ങനാണ്, അയാൾ പിന്നെ ഈ അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷവും സഖാക്കളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, 2004 പിന്നെ ഇയാളന്ന് സംസ്ഥാന ഗുണാണ്ടറാണല്ലോ. അന്ന് ഇയാൾക്ക് കാരണഭൂതൻ എന്നുള്ള പേരൊന്നും വന്നിട്ടില്ല. പിന്നെയാണല്ലോ ഈ ആരാധന കൂടിയിട്ട് കാരണഭൂതൻ എന്നുള്ള പേര് വിളിച്ചപ്പോൾ എന്നെ വിളിച്ചോളൂ. ഇത്ര അല്പനാണെന്നേ. ആ VD സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചപ്പോൾ സതീശൻ പറഞ്ഞു, എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിക്കണ്ട, എന്നെ ലീഡർ എന്ന് വിളിക്കണ്ട, ഒരു ലീഡറേ ഉള്ളൂ, അത് കരുണാകരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ഏതെങ്കിലും ആൾക്കാരെ സഖാക്കൾ എന്നല്ലാതെ വിളിക്കാറുണ്ടോ? ആരെയെങ്കിലും? AKGയെ മാത്രം പാവപ്പെട്ടവരുടെ പടത്തലവെന്ന് വിളിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആ പിന്നെ അമരാവതി യാത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ്, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നടത്തിയ സമരങ്ങളുടെ ഭാഗം. EMS-നെ സഖാവെന്നാണ് വിളിച്ചത്, VS-നെ സഖാവെന്നാണ് വിളിച്ചത്, നായനാരെ സഖാവെന്നാണ് വിളിച്ചത്, അച്യുതമേനോനെ സഖാവെന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പം ഇതങ്ങ് ആസ്വദിക്കുക. ഇരട്ടച്ചങ്കനാണെന്ന് പറയും. എന്തിരട്ടച്ചങ്ക്? കേരയിൽ വരും കേട്ടാ എന്ന് പറഞ്ഞു അത് വന്നല്ലോ. എന്തുണ്ടാക്കി? പറയാനൊക്കെ പറ്റുള്ളൂ. ഒരിരട്ടച്ചങ്കും ഇല്ല. ഒരു പൊങ്ങാണെന്നുള്ളത് ബോധ്യപ്പെട്ടു. ആൾക്കാർ വന്നിട്ട് പൊങ്കാലിടുക. ബഹുഭൂരിപക്ഷവും സഖാക്കളാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയുന്നവരുണ്ട്, പരിചയമുള്ളവരുണ്ട്, ഒക്കെ വന്നിട്ട് അത്ര കണ്ട് വെറുക്കപ്പെട്ടു. ഇപ്പോൾ ഈ 2004 ഈ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും നടക്കുന്ന സമയത്ത് അന്നും ഞാൻ പറഞ്ഞു, പിന്നെ ഇയാൾക്കെതിരെ ഒരു കമ്മിറ്റികൾ നിരന്തരമായിട്ട് സംസാരിക്കരുത്. കാരണം കുറേ അവിശുദ്ധ ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സമ്പന്നരുമായിട്ടുള്ള ബന്ധങ്ങൾ, വഴിവിട്ട ഇടപാടുകൾ, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ചർച്ചകളിൽ, അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്ന് അറിയുന്നുണ്ട്. അന്നൊന്നും ഇപ്പോഴത്തെ മാതിരിയുള്ള സോഴ്സ് ഇല്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലരെയും വിളിച്ച് അന്വേഷിക്കാനും നമ്മളോട് വിശ്വസിച്ച് കാര്യങ്ങൾ പറയാനൊക്കെ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഫോണിൽ വിളിച്ചാൽ പിന്നെ അവർ തിരിച്ച് വാട്സപ്പിൽ വിളിക്കും, റെക്കോർഡ് ചെയ്യുന്നുള്ള പേടിച്ചിട്ടായിരിക്കും. ഈ ആ സമ്മേളനങ്ങളുടെ സമയത്ത് ഞാനന്ന് ലോക്കൽ സെൻറ്റർ അങ്ങാണ്, രണ്ടാമത്തെ ടൈമാണ്. അപ്പം എനിക്ക് ലോക്കൽ കമ്മിറ്റിയിൽ പറയാനേ പറ്റുള്ളൂ, എനിക്ക് ലോക്കൽ സമ്മേളനത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ CPM-ൻ്റെ സംഘടനാ സംവിധാനം. പക്ഷേ ഏരിയ സമ്മേളനത്തിൽ പോയപ്പോൾ ഞാൻ ഈ ലോക്കൽ കമ്മിറ്റിയിൽ പറയുമ്പോഴും കൂടുതൽ പേരും കമ്മിറ്റിയിലുള്ളവർ പറയും അങ്ങനെ പറയണ്ട, അങ്ങനെയല്ല, അയാൾ നല്ല കഴിവുള്ള ആളാണ്. ഇപ്പോൾ എന്ത് കഴിവാണല്ലേ? ടിഷ്യൂ പേപ്പർ കൊണ്ടായി ഒപ്പിട്ട് കൊടുക്കുന്നത് ശിവശങ്കർ പറഞ്ഞതാണ്. അപ്പം ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാർട്ടി ഏരിയ സമ്മേളനത്തിലൊക്കെ ചർച്ചയ്ക്ക് പങ്കെടുക്കുക, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയിലെ ഡെലിഗേഷനെ പ്രതിനിധീകരിച്ച് പൊതുചർച്ചയിൽ പങ്കെടുക്കാറുള്ളത് ഞാനാണ്. അന്ന് പിന്നെ ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം മുതിർന്ന, ഞാനാണ് ലോക്കൽ സെൻറ്ററിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും അന്ന്. പിന്നെ എന്നിട്ട് ഈ SFP സമ്മേളനം തൊട്ടേ അങ്ങനെയാണ്. ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ, അന്ന് +1 ഇല്ല, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ തന്നെ പിന്നെ യൂണിറ്റ് സമ്മേളനത്തിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഏരിയ സമ്മേളനത്തിൽ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച്, സീനിയർ കോളേജാണ്, ഞാൻ പ്രീ ഡിഗ്രിക്കാരനാണ്, എന്നെക്കാൾ 7 വയസ്സിന് മൂത്തൊരു PG വരെ പഠിക്കുന്ന സഖാക്കളുണ്ട്. പക്ഷേ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ജില്ലാ സമ്മേളനത്തിൽ ഏരിയയെ പ്രതികരിച്ചും ചർച്ച ചെയ്തത് അങ്ങനെ. അപ്പോൾ ഈ ഏരിയ സമ്മേളനത്തിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞു, ഇയാൾക്കെതിരെ ചർച്ച കൊണ്ടിരണം എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഗ്രൂപ്പ് ഡെലിഗേഷനിൽ എൻ്റെ കൂടെയുള്ള പല സഖാക്കളും, അബ്ദുഹക്ക, ശങ്കരേട്ടൻ, ഇണ്യാക്ക, ഇവരൊക്കെ പറഞ്ഞു അങ്ങനെയല്ല, അയാൾ നല്ല കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കൊന്നും അതിനോട് വിരോധം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചില സൂചനകൾ കൊടുത്തു, ഈ വാക്കുകൾക്കിടയിൽ കൂടി കളിക്കാനുള്ള ഇതുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് 2005 സംസ്ഥാന സമ്മേളനം നടക്കുന്നു. 2005 സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ P. ശശിയെ അന്ന് ഒഴിവാക്കണമെന്നാണ്
VS ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത്. അത് കേൾക്കാത്തത് കൊണ്ടാണ് ഈ പിന്നെ ഇലക്ഷൻ വരുന്നതും. പക്ഷേ ഇലക്ഷനിൽ ഇയാളുടെ അപ്രമാദിത്വം ഉണ്ടായിപ്പോയി. VSന്റെ വേണ്ടി മത്സരിച്ച ആൾക്കാരൊക്കെ തോറ്റും പോയി. പക്ഷേ സമ്മേളനത്തിൽ മത്സരിക്കാൻ അവകാശമുണ്ട്. മത്സരിച്ചതിൻ്റെ പേരിൽ പിന്നീട് പലരെയും കോർണർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ പോകുമ്പോൾ പിന്നെ 2006 ഗൾഫിൽ പോന്നു. അപ്പം ഈ അന്ന് ഓർക്കുഡാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാട്സപ്പ് വരുന്നത്, ഫേസ്ബുക്ക് വരുന്നത്. ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് അന്ന് എഴുത്താണ്, വീഡിയോ ചെയ്യാൻ സൗകര്യമില്ല. അപ്പം ഞാനിങ്ങനെ നിരന്തരമായി ഇയാളുടെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ എന്നോട് ചില സഖാക്കൾക്ക് ശത്രുതയാവുന്ന അവസ്ഥത്തിൽ. കാരണം ഫാൻസാണ്, ആരാധകരാണ്. ഈ പൊട്ടന്മാരൊക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതണം. എന്തായിരുന്നാലും ഇദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ VSന്റെ സാക്ഷാൽ EMSനെ തോൽപ്പിക്കാൻ നോക്കിയ ആളാണ്. VSന്റെ വിശ്വാസം പിടിച്ചെടുത്ത്. VSന് കുഴപ്പമുണ്ട്. VS പിന്നെ ഇപ്പോൾ KM ഷാജഹാനും പിന്നെ ഇവർ ഹരീന്ദ്രനൊക്കെ ഇരുന്നപ്പോഴും ഷാജഹാൻ സഹോദരനെ പറഞ്ഞിട്ടുണ്ട്, VSൻ്റെ അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞാൽ പിന്നെ അത് വിശ്വസിച്ച് അതിലൊരു ആക്ഷൻ എടുക്കും. അത് വിശ്വസിച്ച് കൂടുതൽ പരിശോധനകൾക്കും നിൽക്കില്ല. പക്ഷേ ഇവരൊന്നും VSനെ ദുർവിനിയോഗം ചെയ്തിട്ടില്ല. VSൻ്റെ പിന്നെ വെൽവിഷേഴ്സ് ആയിരുന്നു. അപ്പോൾ VSൻ്റെ വിശ്വാസം ഇയാൾ ആർജിച്ചെടുത്തു. അത് ഞാൻ വലിയ പോരാളിയാണല്ലോ. അങ്ങനെയാണ് ഈ പാലക്കാട് സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പുണ്ടാക്കുന്നത്. പാലക്കാട് സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പുണ്ടാക്കി കുറേ പേരെ വെട്ടിക്കളഞ്ഞു. സാക്ഷാൽ EMSന് വോട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ പിന്നീട് ഇദ്ദേഹം ലോറൻസിനെ തട്ടുന്നതിൽ, VP ചെറിയാനെ തട്ടുന്നതിൽ, രവീന്ദ്രനാഥിനെ ഒതുക്കുന്നതിൽ ഒക്കെ VSനെ വിശ്വസിപ്പിച്ച് VSൻ്റെ വിശ്വാസം പിടിച്ചെടുത്ത് പിന്നെ അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഇവരെല്ലാം കോർണർ ചെയ്യിപ്പിച്ചു. CIT വിഭാഗം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അന്ന് ഇദ്ദേഹം VSൻ്റെ വലങ്കൈയായിട്ട് മാറും ചെയ്തു. VSൻ്റെ ഒരു പിന്നെ വെൽവിഷർ എന്നുള്ള രീതിയിൽ പോന്നു. ഈ P. ഗോവിന്ദപിള്ളയും പുറത്താക്കി. P. ഗോവിന്ദപിള്ളയെ പുറത്താക്കിയത് പൊട്ടന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ജോണി ലൂക്കോസ് ഭാഷാഭോഷണിയിൽ പിന്നെ P. ഗോവിന്ദപിള്ളയായിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണം. ഒരു ക്ലാസിക് സാധനം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പുസ്തകം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ 2 പ്രാവശ്യം വായിച്ചിട്ടുള്ള പുസ്തകമാണ് P. ഗോവിന്ദപിള്ള. ഈ ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ലോറൻസ് സഖാവ് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. ഓക്കെ, ഇങ്ങനെ ഇവരെ ഒതുക്കി. പിന്നെ പാലോളിയും ഗുരുദാസനെയും ഒതുക്കാൻ പറ്റില്ല. കാരണം അവർ ഭയങ്കര ജനകീയരായിരുന്നു. മറ്റൊരു പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ജനങ്ങളായിട്ട് വലിയ ബന്ധമില്ല. പാലോളിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളതൊക്കെയാണ്. എനിക്ക് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സഖാക്കളിൽ ഏറ്റവും ഇഷ്ടം പാലോളിയാണ്. പാലോളി കഴിഞ്ഞാൽ പിന്നെ ഗുരുദാസനെ പോലെയുള്ള ആൾക്കാർ, VS ഇങ്ങനെയുള്ള ആൾക്കാർ. ഇത് കഴിഞ്ഞിട്ട് ഇയാളെന്ത് ചെയ്തു? ഇതിൻ്റെ മുമ്പ് 96 നായനാർ മിനിസ്ട്രി വരുമ്പോൾ പാർട്ടിയുടെ നിർദ്ദേശം സുശീല ഗോപാലൻ വരട്ടെ എന്നുള്ളതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. അന്ന് നായനാരും VSും തമ്മിൽ കുറച്ച് അകൽച്ചയിലുമാണ്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പുള്ളി മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ഇത് പറഞ്ഞ് ശരിയാക്കി നായനാരെ ഇവർ മത്സരിപ്പിക്കുന്ന സ്ഥിതി എത്തി. അങ്ങനെ നായനാരും സുശീല ഗോപാലനും തമ്മിൽ മത്സരിക്കുന്നു. നായനാർ വിജയിക്കുന്നു. നായനാർ മുഖ്യമന്ത്രിയാവുന്നു. പിന്നെ രണ്ടാമത്തത് KN രവീന്ദ്രനാഥിനെ ആണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. പക്ഷേ അത് പിന്നെ വന്ന ആൾ കുഴപ്പമില്ലാത്ത ആളായിരുന്നു. ചടയൻ ഗോവിന്ദൻ നല്ല സഖാവായിരുന്നു. സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും മികച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ചടയൻ ഗോവിന്ദന് ശേഷം പിന്നെ അങ്ങനെ നല്ല സംസ്ഥാന സെക്രട്ടറി വന്നിട്ടുമില്ല. അന്ന് സുശീലയ്ക്കെതിരെ നായനാരെ നിർത്തുമ്പോൾ അന്തരിച്ചു പോയ നമ്മൾ ദിനേശ് BD സഹകരണ സംഘത്തിൻ്റെ ആളായിട്ടുള്ള ട്രേഡ് യൂണിയനിസ്റ്റ് ആയിട്ടുള്ള കണ്ണൂരിലെ മുതിർന്ന നേതാവ് C. കണ്ണേട്ടൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് അതിനെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു. C. കണ്ണേട്ടൻ പറഞ്ഞു പിന്നെ സുശീല വരട്ടെ എന്നുള്ള നിർദ്ദേശം വെച്ചു. ഇലക്ഷനിലേക്ക് പോകരുത്. AKജിയുടെ ഭാര്യയാണെന്നുള്ളതുകൊണ്ടല്ലോ, സംഘടനാ രംഗത്ത് ഒരുപാട് കാലത്ത് അനുഭവമുള്ളത്. പിന്നെ ഒരു വനിത വരട്ടെ എന്നുള്ളത്. ഇപ്പോഴും വനിത വരാൻ സംഭവിച്ചിട്ടില്ല. അങ്ങനെ മത്സരിപ്പിച്ച് തോൽപ്പിച്ചു. ഇത് കഴിയുമ്പം ഈ നായനാരെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, ഈ നായനാരും കണ്ണൂർക്കാരനാണ്. നായനാരുടെയും പെറ്റാണ് ഇദ്ദേഹം. അപ്പം നായനാർ മുഖ്യമന്ത്രിയായി വരുമ്പം പാർട്ടിക്കകത്ത് ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായനാരെ കൊണ്ട് അന്ന് കുറച്ചുകൂടി പാർട്ടി സഖാക്കൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഒന്ന് നിർദ്ദേശിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ P. ശശിയെ അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഇയാളെ പരിപാടികളെല്ലാം നടക്കും. കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് വരെ ഒതുക്കി കൊടുത്തില്ലേ, ഇയാളെ എല്ലാ പരിപാടികളും നടക്കും. കാരണം നായനാരാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വിശ്വസിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഏൽപ്പിച്ചും കൊടുത്തു. അങ്ങനെയാണ് സംഭവിക്കുന്നത് അന്ന്. ഇത് കഴിഞ്ഞിട്ട് പിന്നീടുണ്ടാവുന്ന സാധനം, ഇയാളെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് നടന്നത് കേട്ടോ. ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടന്നത്.
ശശിനെ മുമ്പിൽ നിർത്തിയിട്ട് ഇദ്ദേഹത്തിന് എന്താണ് ഈ വഹാബുമായിട്ടും കുഞ്ഞാപ്പുമായിട്ടൊക്കെയുള്ള ബന്ധം? അതന്വേഷിക്കണ്ടേ? ഈ 2011 തെരഞ്ഞെടുപ്പിൽ വീണ്ടും VS വരാൻ അവസരം ഉണ്ടാകുമ്പോൾ ആ മന്ത്രിസഭ വരാതിരിക്കാൻ VS മുഖ്യമന്ത്രി ആവരുത് എന്നുള്ളൊരു വാശിയുടെ പുറത്ത്, കാരണം VS എന്ന മൂന്നാർ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല ഇമേജ് നിൽക്കുക. VS വരരുത് എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ മഞ്ഞളാംകുടി അലിയെ പുറത്തേ അടിച്ചത്. ഈ മഞ്ഞളാംകുടി അലി പോയതുകൊണ്ട് 2 സീറ്റ് പോയി കിട്ടി. കാരണം സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള മങ്കടയും പോയി, പെരുന്തമണ്ണയും പോയി, രണ്ടും തോറ്റു. അങ്ങനെ വരുമ്പോഴാണ് ഈ 2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിലാകുമ്പോൾ കുഞ്ഞാപ്പ പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ വരും. അപ്പോഴും ഇവർക്ക് ബുദ്ധിമുട്ടില്ല. VS ഈ ഒന്നാം മന്ത്രിസഭ 2006 വരുന്ന, അതിലേക്ക് ഞാൻ വരാം. ഒന്നാം മന്ത്രിസഭ വരുമ്പോഴും കുറേ കളി കളിച്ചിട്ടുണ്ട്. ഈ കച്ചവടം കണ്ടമാനം നടത്തുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ഇപ്പോൾ AR ബാങ്കിലെ വിഷയം വന്നപ്പോൾ, KT ജലീൽ AR ബാങ്കിലെ വിഷയം ഉന്നയിച്ചപ്പം അതൊറ്റ ദിവസം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിച്ചില്ലേ? അറിയപ്പെടുന്ന ന്യായാധിപനായിരുന്ന അഴിമതിക്കാരനായ ജസ്റ്റിസ് ജവഹർലാൽ ഗുപ്ത വരെ അധിക്ഷേപിച്ച് സംസാരിച്ച, കാരണം അതിൻ്റെ ഡാറ്റാസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ്. അത് 6-7 ലക്ഷം പേര് കണ്ടതാണ്, കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ആ സിറിയക്കിനെ പിടിച്ച് ലോകായുക്തയാക്കുക. അതേപോലെ തന്നെ ഈ കച്ചവടക്കാരോട് ഭയങ്കര ബന്ധമാണ്. ബാക്കിയുള്ളവർക്കൊന്നും സെക്കൻഡ് ടൈം ഇല്ല. ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് ഉൾപ്പെടെ സെക്കൻഡ് ടൈമിൽ മന്ത്രിയാവാൻ പറ്റില്ല. പല ആൾക്കാർക്കും സെക്കൻഡ് ടൈമിൽ ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല. ആകെ സെക്കൻഡ് ടൈമിൽ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് തുടരാം. സെക്കൻഡ് ടൈമിൽ പിന്നെ ശോഭന ജോർജ് ആദ്യം ഗാദിയിലായിരുന്നു, പിന്നെ ഔഷധിയിൽ. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണമൊന്നും എനിക്കറിയില്ല. ഈ പൊക്കി പറയുന്ന ആൾക്കാരോട് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഗുരുദാസിന് 2016 കൊല്ലത്ത് വീണ്ടും ഒരു അവസരം കൊടുക്കേണ്ടതായിരുന്നു ഗുരുദാസ് സഖാവിന്. അങ്ങനെയാണെങ്കിൽ ഈ നാണക്കേടിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടായിരുന്നു. ഏത് ഈ മെഴുക് വാക്സ് കമ്പനി നടത്താൻ പോകുന്ന മുകേഷിനെ കൊണ്ടുള്ള നാണക്കേട് ഒഴിവാകായിരുന്നു. കേരളത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിമാർ മനുഷ്യനോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു കുട്ടി സെൽഫി എടുക്കാൻ വന്നപ്പോൾ ദേഷ്യപ്പെടുന്നത് കണ്ടു. പിന്നെ അത് മറികടക്കാൻ വേണ്ടി വേറെ കുട്ടിയെ എടുത്തിട്ട് മടിയിലിരുത്തി. പിന്നെ കാരണം മീഡിയക്കാരുടെ ഇടയിൽ ഇമേജ് പോകുന്നത് കണ്ടപ്പോൾ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും EMS, R ശങ്കർ, അച്യുത മേനോൻ, CH മുഹമ്മദ് കോയ, നായനാർ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ, ഇതുവരെയുള്ള ആരെങ്കിലും ഒരു മനുഷ്യനോട് മോശമായിട്ട് മനുഷ്യത്വമില്ലാതെ സംസാരിച്ചിട്ടുണ്ടോ? അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ? ധാർഷ്ട്യം കാണിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ രക്ഷാപ്രവർത്തനം, യാത്ര നടത്തിയ വണ്ടി ഇപ്പോൾ ഇവിടെ കിടക്കുക. രക്ഷാപ്രവർത്തനം, യാത്ര കൊണ്ട് എന്ത് ഗുണമുണ്ടേ? യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ തോറ്റും പോയല്ലോ. പിന്നെ മക്കൾക്ക് മാത്രം ഗുണമുണ്ട്. ഇവിടെ ബാക്കിയുള്ള SFIക്കാരെ കൊണ്ടും DYFIക്കാരെ കൊണ്ടും തെരുവിലിട്ട് തല്ലുകൊള്ളിക്കുക. എന്നിട്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ പോയിട്ട് പഠിപ്പിക്കുക. ഇവിടെ സെൽഫ് ഫൈനാൻസിങ്ങിനെതിരെ സമരം നടത്തുക. അതുകൊണ്ട് കേരളത്തിന് പുറത്ത് വാളയാറത്ത് കുത്തിയിൽ പോയിട്ട് അവിടെ പഠിപ്പിക്കുക. അത് മെറിറ്റിലല്ല, അങ്ങനെ പഠിപ്പിച്ചു വന്നതാണ്. അതിനെക്കുറിച്ച് മറ്റേ ഇയാൾ മരിച്ചുപോയ ബെർലിൻ കുഞ്ഞൻ നായരോ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട്. മക്കൾക്ക് ഗുണമുണ്ട്. ദുബായിലത്തൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. രവി പിള്ളയ്ക്ക് പത്മശ്രീ കൊടുക്കാനുള്ള ശ്രമം നടത്തിയതാണ്. അതാലോചിച്ച് നോക്കണം. മദനിയോടൊപ്പം വേദി പങ്കിട്ടപ്പോൾ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ 2009 മദനിയോടൊപ്പം വേദി പങ്കിട്ടപ്പോൾ മദനി പറഞ്ഞു, ആകാശം ഇടിഞ്ഞു വീണാലും ശരി വീഴട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടി പോകുന്ന ആളെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്, ആദരവാണെന്നൊക്കെ പറഞ്ഞു. 8 നിലയിൽ പൊട്ടിയില്ലേ? അന്ന് വേണമെങ്കിൽ മര്യാദയ്ക്ക് ആ സീറ്റ് കിട്ടുമായിരുന്നു. മദനിയായിട്ട് വേദി പങ്കിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മദനിക്ക് എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമല്ലേ? പിന്നെ അടുത്തത് ഈ മരുമകന് പാരീസിൽ പോകാനാണ് താല്പര്യം. പിന്നെ ഫാരിസ് അബൂബക്കറുമായിട്ട് എന്താ ഉള്ള ബന്ധം? VS വെറുക്കപ്പെട്ടവനെന്ന് വിളിച്ചു, വെറുക്കപ്പെട്ടവനാണോ അല്ലോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് എന്താ ബന്ധം? അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വലം കൈയായ ജോൺ ബട്ടാസ് ചെന്നൈ പോയിട്ട് ഇൻ്റർവ്യൂ നടത്തിയില്ലേ കൈരളി ചാനലിന് വേണ്ടിയിട്ട്, ഫാരിസ് അബൂബക്കറിനെ വെളുപ്പിച്ചെടുക്കാൻ VS പരാമർശം നടത്തിയപ്പോൾ.
അതേപോലെ തന്നെ പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം വരാറുള്ളത് എന്താ പറയുക, അമേരിക്കയിലെ കസേര പോയിട്ടിരുന്ന ഇരുത്തണ്ടല്ലോ, ആ സീൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ പുള്ളി എഴുതിയ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും സ്വീകരിക്കുന്ന പിന്നെ ബി എസിന് സി എം സ്ഥാനം കൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിയതാണ്. അറിയാമല്ലോ നമുക്ക്. 2006 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതാണ്. പിന്നെ രണ്ടാമത് ജനങ്ങൾ തെരുവിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടിക്കെതിരെ പാർട്ടി ബ്രാഞ്ചുകളിൽ LC-കളിലൊക്കെയുള്ള ആളുകൾ തെരുവിലിറങ്ങിയപ്പോഴാണ് വി എസിന് സീറ്റ് കിട്ടുന്നത്. ആ വി എസിന് സീറ്റ് കിട്ടുന്നതിന് മുമ്പ് ഇദ്ദേഹം പിന്നെ ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിൽ യാത്ര നടത്തി. അന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നേതാക്കന്മാരുടെ ഫോട്ടോ വെക്കുന്ന രീതി ഉണ്ടായത്. കോൺഗ്രസ്സിൽ പണ്ടേ ഉണ്ട്. കോൺഗ്രസ്സിൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു ഫോട്ടോ അടിച്ചു വെക്കും, ഫ്ലെക്സ് വെക്കും. ഫ്ലെക്സ് സംസ്കാരം തന്നെ ശരിയല്ലല്ലോ. ഫ്ലെക്സ് സംസ്കാരത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ള ആൾ VM സുധീരനാണ്. പക്ഷേ എല്ലാവരും ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നൊരു സാധനമാണ്. അതാലോചിക്കണ്ടേ? ഇത് ഡിസ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണം. അവിടെ ഇവിടെ എല്ലാം റോട്ടിൽ കിടക്കും. ഈ BS മുഖ്യമന്ത്രിയാകുമ്പോൾ BSനെ പേടിയായിരുന്നു. BS പറഞ്ഞല്ലോ, പെണ്ണുപിടുത്തക്കാരെയും അഴിമതിക്കാരെയും റോഡിലൂടെ കയ്യാമം വെച്ച് നടത്തിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പേ പ്രഖ്യാപിച്ചു. അപ്പോൾ BS വന്നാൽ അപകടമാണ്. അപ്പോൾ അന്ന് ഇദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ് കോടിയേരി സഖാവ്. കോടിയേരി സഖാവിനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കി, പിന്നെ വിജിലൻസും കൊടുത്തു. BSനെ ചിറകരിഞ്ഞ മാതിരിയായി. നായനാരുടെ കാലത്തും പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്തും ഒക്കെ ഇദ്ദേഹത്തിന് ആഭ്യന്തരം കൊണ്ടുപോകാം. BSന് ആഭ്യന്തരം കൊടുത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കൂടെ നിന്ന കോടിയേരിയെ പോലും ചതിച്ചില്ലേ അവസാനം. ഞാൻ പറഞ്ഞ മറ്റുള്ള ആൾക്കാരെ ചതിച്ച കാര്യം പറഞ്ഞു. കോടിയേരിയെ പോലെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിയേരിയുടെ വിലാപയാത്ര വേണ്ടാന്ന് തീരുമാനിക്കുന്നതിനകത്തുള്ള സ്വാധീനമൊക്കെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണല്ലോ ആളുകൾക്ക്. വേണ്ട. ടി ശശിധരൻ എന്ന് പറയുന്നൊരു സഖാവിനെ, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവിനെ സംസ്ഥാന കമ്മിറ്റി നിർത്തി കളഞ്ഞിട്ട് എത്ര കാലം വെയിലത്ത് നിർത്തി തൃശ്ശൂരെ, മാളയിലെ. ഇപ്പോഴന്നൊരു DC-യിലും കണ്ടെടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ആരാണ് കൂടെയുള്ളത്? കണ്ണൂരിൽ നിന്ന് MP ജയരാജൻ ഉണ്ടോ? പിന്നെ കാസർഗോഡ് നിന്ന് ആരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ശൈലജ ടീച്ചർ ഉണ്ടാവില്ല. P ജയരാജൻ നിൽക്കില്ല. EP ജയരാജൻ നിൽക്കില്ല. MP ഗോവിന്ദ മാഷ്ക്കും എൻ്റെ വേറെ താല്പര്യങ്ങളുണ്ടല്ലോ. പിന്നെ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ മോഹൻ മാഷ് നിൽക്കുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം മോഹൻ മാഷും P ജയരാജനും തമ്മിൽ നല്ല ബന്ധമുള്ളതാണ്. TP രാമകൃഷ്ണനും സത്യസന്ധനായൊരു സ്വഭാവമാണ്. വയനാട്ടിൽ നിന്ന് ആര് നിൽക്കും? അതേപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് ആര് നിൽക്കുന്നുള്ളൂ എനിക്ക് പറയാൻ വയ്യ. ഇവരൊക്കെ സ്റ്റാൻഡ് മാറാൻ സാധ്യതയുണ്ടല്ലോ. പാലക്കാട് നിന്ന് കൃഷ്ണദാസ് നിൽക്കുമോ? തൃശ്ശൂരിൽ നിന്ന് ഈ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പാലോളി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സഖാവാണ് K രാധാകൃഷ്ണനെ പോലുള്ള ആൾ സത്യസന്ധമായി തീരുമാനം എടുക്കുന്ന ആളാണ്. K രാധാകൃഷ്ണൻ നിൽക്കുമോ? PK ബിജു അങ്ങനെ നിൽക്കും തോന്നുന്നുണ്ടോ? PK ബിജുവിന് MP ഗോവിന്ദ മാഷോടാണ് കൂടുതൽ ലോയൽറ്റി ഉള്ളത്. പിന്നെ നിൽക്കും AC മൊയ്തീൻ നിൽക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് എറണാകുളത്ത് നിന്ന് ചിലപ്പോൾ സ്വരാജ് നിൽക്കും. പിന്നെ CN മോഹൻ നിൽക്കും. ചന്ദ്രമുള്ള നിൽക്കുന്ന ഞാൻ കരുതുന്നില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ. കടകംപള്ളി നിൽക്കുമോ? പിന്നെ കൊല്ലത്തുനിന്ന് ചിന്ത നിൽക്കും. റഹീം സ്റ്റേറ്റ് എമ്മിലുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ നിൽക്കും. റിയാസ് നിൽക്കും. റിയാസിന് വേണ്ടി നിൽക്കാൻ പറ്റില്ലല്ലോ. അതിനകത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ തന്നെ ഒരു സ്ട്രക്ചറിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റേത് ഏകാധിപതിയായിരുന്നു. പാർട്ടിയെയും സർക്കാരിനെയും ഒരുമിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളവരൊക്കെ റബ്ബർ സ്റ്റാമ്പാക്കിയിട്ട്. ക്യാബിനറ്റിൽ മര്യാദയ്ക്ക് ബ്രീഫിങ് നടക്കാറില്ല എന്നുള്ളത് ഒരു മുൻമന്ത്രി കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്ന CPIയുടെ ഒരു മന്ത്രി എന്നോട് പറഞ്ഞതാണ്. ക്യാബിനറ്റിൽ വരും, കുറച്ച് കാര്യങ്ങൾ പറയും, ചായ കുടിച്ച് പിരിയുക. എന്തായിരുന്നാലും ഇപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. കാരണഭൂതൻ്റെ യുഗം അവസാനിക്കുകയാണ്. കാരണം പാർട്ടി സമ്മേളനങ്ങളിലേക്ക് പോവുക. പാർട്ടി സമ്മേളനങ്ങൾ ഗൗരവമായ ചർച്ച നടക്കും. പഴയ പോലെയുള്ള ജനപ്രീതിയില്ല. അതിൻ്റെ റിഫ്ലക്ഷനാണ് അൻവറിൻ്റെ പോസ്റ്റിലടിയിലൊക്കെ വന്നിട്ട് ഓരോരുത്തർ ഇടുന്നത്. ആലോചിച്ച് നോക്കണം. അതായത് ഞാൻ പറയട്ടെ,
പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച ഇയാൾ അതിനേക്കാൾ പരമനാറിയാണ്. പ്രേമേന്ദ്രനാണോ ഇല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ഇയാൾ പരമനാറിയാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ പേരിൽ എന്തുണ്ടായാലും കുഴപ്പമില്ല. എന്തായാലും സുഖമില്ലാതിരിക്കുക. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നമ്മൾ ചത്തു പോവുക. ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലുക, അത്രയേ ഉള്ളൂ. കാരണം ഇയാൾക്ക് വലിയ പിന്നെ ബന്ധങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഒരുപാട് സഖാക്കളുടെ കണ്ണീരിലൂടെയും വേർപ്പിലൂടെയും ചവിട്ടി വന്നതാണ്. ഒരുപാട് സഖാക്കളെ നോവിച്ചതാണ്. അത് BS-നെ ടൂളായിട്ട് യൂസ് ചെയ്തിട്ട്, BS-നെ വിശ്വസിപ്പിച്ചിട്ട്. എന്നിട്ട് രണ്ടാമത് ഈ സംസ്ഥാന സമ്മേളന പ്രതിനിധി പോലും അല്ലാത്ത ആളെ സംസ്ഥാന കമ്മിറ്റിക്ക് തോന്നുന്നു. എന്ത് രാഷ്ട്രീയമാണ്! സഖാക്കളെ പ്രസ്ഥാനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോഴും ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് മനസ്സാണല്ലേ, പക്ഷേ അത് എഴുതിയിട്ട് CPM അല്ല. CPM ഇങ്ങനത്തെ അവസ്ഥയിലൊന്നും ചേരാനും ഉദ്ദേശിക്കുന്നില്ല. CPI-യിലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. CMP-യിലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എനിക്ക് വലിയ ക്വാളിറ്റി ഉണ്ടെന്നല്ല പറഞ്ഞത്, വിഷമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പരമനാറി യുഗം അവസാനിക്കുകയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വയ്യാഴികളിലുണ്ട് വലിയ ക്ലാരിറ്റി കുറവുണ്ടാവും. ഇന്ന് തന്നെ വേറെയും വീഡിയോ ചെയ്യാനുണ്ട്, വിഷയങ്ങൾക്കൊക്കെ കുറച്ചുകൂടി കൂടുതൽ പറയാനുണ്ട്.